ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്റ്റാർ കൾച്ചർ പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ്, ഈ സ്റ്റാർ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ബട്ട് ഏറ്റവും കൂടുതൽ അത് ഇമ്പാക്ട്ഫുൾ ആയത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസി സമയത്തായിരുന്നു. കാരണം ധോണിയുടെ ക്യാപ്റ്റൻസി സമയത്ത് ഒരു ടീം സെലക്ഷനിൽ ഒരു ഹെഡ് കോച്ചിന് മേലെ ക്യാപ്റ്റന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ക്യാപ്റ്റൻസി സമയത്ത് തുടർന്ന് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ച് ആയതിനു ശേഷം മേജർ ICC ടൂർണമെൻറ്റ്സ് വിജയിച്ച ക്യാപ്റ്റൻസിനെ വരെ ആ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞ് അടുത്തൊരു സീരീസിൽ എത്തുന്നതിന് മുന്നേ തന്നെ സാക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, രോഹിത് ശർമ്മ ക്യാപ്റ്റനായി ലാസ്റ്റ് ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിജയിച്ചു. അതിനുശേഷം അടുത്ത ODI സീരീസിൽ തന്നെ രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി. ഇപ്പോൾ ലാസ്റ്റ് T20 വേൾഡ് കപ്പ് ജയിച്ച ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാത്രമല്ല ടീമിൽ നിന്നേ ഒഴിവാക്കിയിരിക്കുന്നു. ശരിയാണ്, IPL 2026 സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആയിരുന്നു. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു സീരീസ് എങ്കിലും ചാൻസ് കൊടുക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 52 T20 ഇൻ്റർനാഷണൽ മാച്ചസിൽ നിന്ന് 42 വിജയം, ഒരു സീരീസ് പോലും ഇതുവരെ തോറ്റിട്ടില്ല. ഏഷ്യ കപ്പും അതുപോലെ തന്നെ ലാസ്റ്റ് T20 വേൾഡ് കപ്പും നേടിയ ക്യാപ്റ്റൻ. ശ്രേയസ് അയ്യർ എന്തുകൊണ്ടും T20 ക്യാപ്റ്റൻസി അറിയിക്കുന്ന ഒരാൾ തന്നെയാണ്. ബിക്കോസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ IPL പെർഫോമൻസ് ആയാലും ക്യാപ്റ്റൻസി ആയാലും നമുക്ക് എടുത്തു നോക്കിയാൽ അത് വളരെ കൃത്യമായി മനസ്സിലാവും. പിന്നെ വൈഭവ് സൂര്യവംശി, യങ്ങസ്റ്റ് പ്ലെയർ ടു മേക്ക് ഹിസ് ഡെബ്യൂട്ട് ഫോർ ടീം ഇന്ത്യ, അതും വളരെ നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. എന്നാലും ടീം സെലക്ഷനിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. IPL മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഭുവനേശ്വർ കുമാർ ഉണ്ട്, രജത് പാട്ടിദാർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു പെർഫോമൻസും ഇല്ലാത്ത കുറച്ച് പേരിനെ എടുത്തു കൂട്ടിയിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കലിൻ്റെ പുറകിലും ഗംഭീറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പലരും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. വിരാട് കോഹ്ലി ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, I will not stay at any place where I have to prove my talent എന്ന്. അത് വളരെ മീനിങ് ഫുള്ളായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് കോഹ്ലിയെ പോലെ ഒരു ലെജൻഡിനെ ഇനി എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത്. അല്ലെങ്കിൽ പുള്ളി ഈസി ആയിട്ട് 10,000 റൺസ് എന്നുള്ള മൈൽ സ്റ്റോൺ നേടിയേനെ. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ടെസ്റ്റ് മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റേഡിയം എംപ്റ്റി ആണ്. സച്ചിൻ വിരമിച്ചതിന് ശേഷം ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് വേർഷനായ ടെസ്റ്റ് ക്രിക്കറ്റ് കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി സമയത്തായിരുന്നു. ഇപ്പോൾ സ്കോർ ബോർഡ് ചെക്ക് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നില്ല. എങ്ങോട്ടാണ് ഈ ഇന്ത്യൻ ടീമിൻ്റെ സിറ്റുവേഷൻ പോകുന്നതെന്ന് അറിയില്ല. തീർച്ചയായും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.